എനിക്ക് നാട്ടുകാരെ ബോധിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല. എനിക്കും എൻ്റെ പാർട്ട്ണർക്കും ഓക്കെയാണ്. പിന്നെ നാട്ടുകാരായ നിങ്ങൾക്ക് എന്താക്കണം? ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടാ, നമ്മുടെ പ്രിയപ്പെട്ട ജാസി താത്ത പറഞ്ഞ വാക്കുകളാണ്. ഒരുപാട് പറയുന്നുണ്ട് കാര്യങ്ങൾ, നിങ്ങളൊന്ന് കേൾക്കണം കേട്ടാ. നമ്മുടെ ജാസി താത്ത എന്ത് സർജറിയാണ് ചെയ്തത്? ജാസി സർജറി കഴിഞ്ഞോ അതോ ജാസിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്? എന്താ അല്ലേ നമ്മൾ സർജറി കഴിഞ്ഞാൽ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എന്നുള്ളത് എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ താത്ത എന്ത് പറയുന്നുള്ളത്? നാട്ടുകാർക്കായ നമുക്ക് അസൂയം പോലും. എന്തിനും വേണ്ടിയിട്ടാണ് ഈ നിങ്ങളോട് അസൂയം? നിങ്ങളെപ്പോലുള്ള ആളുകളോട് അസൂയം വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഒരുപാട് ട്രാൻസ്ജെൻഡർമാർ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുറേ ആൾക്കാർ റീനേ മെഡിസിറ്റിയിലൊക്കെ വിളിച്ചിട്ട് ജാസി എന്ത് സർജറിയാണ് കഴിഞ്ഞത്, എന്താണ് എനിക്ക് വൈകിച്ച് എനിക്ക് ശരിയായി വരുന്നത്. അവരവരെ കാര്യങ്ങൾ നോക്കിയാൽ നടന്ന പോലെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അതറിയാനുള്ള ആൾക്കാരെ തോരാ. എനിക്കറിയില്ല എന്തിനാണ് ഇങ്ങനെ ഇത്രത്തോളം ഒരു അസൂയ. അപ്പം ജാസി മാത്രമാണോ ഇങ്ങനെ ഗർഭിണിയാന്നൊക്കെ പറഞ്ഞ ആൾ? ഇതിന് മുമ്പ് എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരിനെ കുറേ ആൾക്കാർ ട്രോളെന്ന് ഒക്കെ അസൂയാണ്. സത്യം പറഞ്ഞാൽ അസൂയാന്ന്. അല്ലെങ്കിൽ റെനയെന്ന് തന്നെ എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് സർജറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്നും വിളിച്ച് ആരും ചോദിച്ചില്ല അവർ ഏത് സർജറി ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെ ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ ട്രോള് എനിക്ക് കിട്ടുന്ന വെറുതെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊമോഷനല്ലേ. നടക്കട്ടെ. അപ്പോൾ നമ്മൾ എനിക്ക് വയ്യാണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അധികം ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാരിൻ്റെ പേര് വീണ്ടും ഇങ്ങനെ കേൾക്കില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫ്രീ പ്രൊമോഷൻസ് അല്ലേ, വളരെ നല്ല കാര്യം. അത് ഇനി നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾ പറയുന്ന പ്രൊമോഷൻ ചെയ്ത് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഗുണമേ ഉള്ളൂ, എൻ്റെ അക്കൗണ്ട് റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു എന്ത് ഉച്ചയ്ക്ക് ഞാൻ എന്ത് സർജറിയാണ് ചെയ്തത്? ജാസി സർജറി കഴിഞ്ഞോ അതോ ജാസിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ആണോ കഴിഞ്ഞത്? എന്താ അല്ലേ നമ്മൾ സർജറി കഴിഞ്ഞാൽ ഞാൻ എന്ത് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത് എനിക്ക് ഇങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എന്നുള്ളത് എനിക്കും എൻ്റെ പാർട്ട്ണറിനും അല്ലെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ